കൂത്തുപറമ്പ് വെടിവെപ്പിൽ ജീവിച്ചിരുന്ന രക്തസാക്ഷി പുഷ്പൻ അന്തരിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് പുഷ്പനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. 1994 നവംബർ 25 5 DYFI പ്രവർത്തകരുടെ മരണത്തിനിടയാക്കിയ കൂത്തുപറമ്പ് വെടിവെപ്പിലാണ് പുഷ്പന് വെടിയേൽക്കുന്നത്. KK രാജീവൻ, KV റോഷൻ, V മധു, C ബാബു, ഷിബുലാൽ തുടങ്ങിയ നേതാക്കളാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവനെതിരെ കൂത്തുപറമ്പിൽ DYFI പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. MV രാഘവന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തകർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു. പുഷ്പന്റെ സുഷ്മന നാടിക്കാണ് വെടിയേറ്റത്. ഇതോടെ പുഷ്പൻ പൂർണ്ണമായും കിടപ്പിലായി. ഈ സംഭവം നടക്കുമ്പോൾ പുഷ്പന് പ്രായം വെറും 24 വയസ്സായിരുന്നു. ബാലസംഘത്തിലൂടെയാണ് പുഷ്പന്റെ മനസ്സിൽ ഇടതുപക്ഷ ആശയം വളരുന്നത്. നോർത്ത് മേനപ്രം LP സ്കൂളിലും ചൊക്ലി രാമവിലാസം സ്കൂളിലുമായി 8ാം ക്ലാസ് വരെ പഠിച്ചു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം നിർത്തി. ചെറുപ്പത്തിൽ തന്നെ വീടിനടുത്ത പലചരക്ക് കടയിൽ ജോലിക്ക് കയറി. ബംഗളൂരുവിലെ കടയിൽ ജോലി ചെയ്യുന്നതിനിടെ നാട്ടിൽ വന്നപ്പോഴായിരുന്നു പുഷ്പൻ സമരത്തിൽ പങ്കെടുക്കുന്നതും വെടിയേറ്റ് കിടപ്പിലാകുന്നതും. അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്തു നിന്ന് കൂടുതൽ ഊർജ്ജസ്വലനായി പുഷ്പൻ തിരിച്ചു വന്നു. പ്രതിരോധത്തിന്റെ കരുത്തുറ്റ ശബ്ദമായി പുഷ്പൻ. ചെഗുവേരയുടെ മകൾ അലിഡ ഉൾപ്പെടെയുള്ളവർ പുഷ്പനെ കാണാൻ മേനപ്രയിലെ വീട്ടിലെത്തിയിരുന്നു. അതേസമയം പുഷ്പന്റെ മൃതദേഹം നാളെ രാവിലെ 8 മണിക്ക് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും മൃതദേഹം കണ്ണൂരിലേക്ക് പുറപ്പെടും. പകൽ 10:30 തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 12 മണിക്ക് മേനപ്പുറം രാമവിലാസ് സ്കൂളിലും പൊതുദർശനം. 4 മണിവരെ പൊതുദർശനം തുടരും. 5 മണിക്ക് വീട്ടിലെത്തിക്കും. വീടിനോട് ചേർന്ന സ്ഥലത്ത് 5 മണിയോടെയായിരിക്കും സംസ്കാരം. തലശ്ശേരി കൂത്തുപറമ്പ് നിയോജക മണ്ഡലങ്ങളിൽ നാളെ ഹർത്താൽ ആചരിക്കും.